മാർ ജോർജ് കൂവക്കാടിനെ വൈദികനായിരിക്കെ നേരിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായിട്ട് ഉയർത്തിയത്. എങ്ങനെയാണ് അഭിവന്ദ്യ ജോർജ് കൂവക്കാട്ട് പിതാവ് വത്തിക്കാനിലെത്തിയതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം നമ്മോട് സംസാരിക്കുന്നു. അഭിവന്ദ്യ കൂവക്കാട്ട് പിതാവിനെ ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് റോമിലേക്ക് തിരഞ്ഞെടുത്തയച്ചത് അഭിവന്ദ്യ ജോസഫ് പൗവത്തിൽ പിതാവാണ്. സെമിനാരിയിലേക്ക് അദ്ദേഹത്തെ എടുത്തതും പൗവത്തിൽ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ പിതാവിന് ഈ കൂവക്കാട്ട് ബ്രദറിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സേവന തൽപരതയും ഒക്കെ നേരിട്ടറിയാവുന്ന അഭിമന്യ പൗവത്തിൽ പിതാവ് ഇതുപോലെയുള്ള ഒരു ഉപരിപഠനത്തിനായിട്ട് റൂമിലേക്ക് വിടുന്നത് നന്നായിരിക്കുമെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ അയക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ ആ വലിയ അധ്യയന നിലയിൽ തിയോളജി പഠിച്ചു. പിന്നീട് ഡിപ്ലോമാറ്റിക് സർവീസിലേക്ക് അദ്ദേഹം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ എല്ലാം പിന്നിൽ തീർച്ചയായിട്ടും പൗവത്തിൽ പിതാവിൻ്റെ പ്രേരണയും ആ താല്പര്യവും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിപ്ലോമാറ്റിക് സർവീസിൽ അദ്ദേഹം സേവനം ചെയ്തു. ആ സേവനങ്ങൾ അദ്ദേഹം വിവിധ രാഷ്ട്രങ്ങളിൽ വത്തിക്കാനെ പ്രതിനിധീകരിച്ച് ഈ രംഗത്ത് പ്രവർത്തിച്ചു. അതെല്ലാം വളരെ വിശ്വസ്തമായ ശ്രേഷ്ഠമായ ശുശ്രൂഷകളായിരുന്നു. അത് ഇവിടുത്തെ അധികാരികൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഏറെ വിശ്വസ്ത പുലർത്തി, താല്പര്യം പുലർത്തി, ലളിതമായ ആ ഒരു ശൈലി അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചു. ഈ അവസാന കാലഘട്ടത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇപ്പോഴത്തെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അച്ഛൻ്റെ സേവനം നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അധികാരികൾ, നേരത്തെ വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന അധികാരികളൊക്കെ അച്ഛനെപ്പറ്റി വളരെ നല്ലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കും അത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സുമായിട്ട് സംസാരിച്ച ചില അവസരങ്ങളിൽ അവർക്കൊക്കെ കൂവക്കാട്ട് മോൺസിഞ്ഞോറിനോടുള്ള ആ ഒരു വലിയൊരു താല്പര്യം, അദ്ദേഹത്തിൻ്റെ ആ സേവന പ്രാഗൽഭ്യവും അതുപോലെ തന്നെ വിനീതമായ ശുശ്രൂഷ ശൈലിയും ഏവർക്കും തൃപ്തികരമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവരൊക്കെ വളരെയധികം പ്രശംസിച്ചതായിട്ട് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ മാർപ്പാപ്പ അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ അദ്ദേഹത്തെ തൻ്റെ വിദേശ യാത്രകളുടെ ചുമതല അത് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചതും. അങ്ങനെ നേരിട്ട് ആ ശുശ്രൂഷകളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. അങ്ങനെ മാർപ്പാപ്പയ്ക്ക് തന്നെ അത് വളരെ ഇഷ്ടപ്പെട്ടു. മാർപ്പാപ്പയുമായിട്ട് ഞാൻ ഒരിക്കൽ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടതായപ്പോൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അച്ഛൻ്റെ ഈ സേവനങ്ങളെ മാർപ്പാപ്പ പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും ഇതൊക്കെ അങ്ങനെ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ട് ഇങ്ങനൊരു പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയായിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തവും ശ്രേഷ്ഠവുമായ ആ ശുശ്രൂഷ ഇനിയും സഭയ്ക്ക്, സാർവത്രിക സഭയ്ക്ക് ഏറെ പ്രയോജനകരമാകും എന്ന് സംശയമില്ല. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്ന അദ്ദേഹം തീർച്ചയായിട്ടും വലിയ കാര്യങ്ങളിൽ കർത്താവ് പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളിൽ നിയമിച്ചാക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല ഭാവിയും നേരുന്നു, ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. എൻ്റെ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. മലയാളിയായ അഭിവന്ദ്യ ജോർജ് കൂവക്കാട്ട് പിതാവ് സൗമ്യതയുടെ പ്രതിരൂപമായി മാർപ്പാപ്പയോടൊപ്പം എപ്പോഴുമുള്ളത് നമുക്ക് അഭിമാനത്തിൻ്റെ വക നൽകുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമുള്ള നല്ല സ്മരണകൾ മാർപ്പാപ്പയുടെ മനസ്സിലെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അഭിവന്ദ്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനോടൊപ്പം വത്തിക്കാനിൽ നിന്നും ഫാദർ പ്രിൻസ് തെക്കേപ്പുറം CSSR.